വെൽക്കം ബാക്ക് ടു OP 10.0 സെഷൻ 13 റാപ്പപ്പ് സെഷൻ. ഇപ്പൊ നമ്മൾ ആദ്യമായിട്ട് ഇതുപോലൊരു മീറ്റിൽ സുവോളജി സ്റ്റുഡൻസും അതുപോലെ തന്നെ MSc ഫുഡ് സേഫ്റ്റി സ്റ്റുഡൻസും നമ്മൾ ഒരുമിച്ചിട്ട് കണ്ടിരുന്നത് നമ്മുടെ ഐസ് ബ്രേക്കിംഗ് സെഷൻ ആയിരുന്നു അല്ലെ. ആ ഐസ് ബ്രേക്കിംഗ് സെഷന് ശേഷം ഒരുപാട് നാൾക്ക് ശേഷമാണ് നമ്മൾ ഒരുമിച്ച് വീണ്ടും ഒന്ന് മീറ്റ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് ദ ഫൈനൽ സെഷൻ. ഈ ഒരു സെഷനോട് കൂടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാണ് നമ്മുടെ ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ ഇവന്റ് ആയിരുന്നു നമ്മൾ ഇവിടെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങളിൽ ഒരുപാട് പേര് എല്ലാ ഇവന്റ്സിലും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഇപ്പൊ ഞാൻ കണ്ടിരുന്നു, നിങ്ങൾ കോമൺ ഇവന്റ്സിലൊക്കെ കുറെ പേരൊക്കെ പങ്കെടുത്ത കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. കുറെ പേർക്കൊക്കെ നെറ്റ്വർക്ക് ഇഷ്യൂസ് കാരണം അല്ലെങ്കിൽ പേഴ്സണൽ ഇഷ്യൂസ് കാരണം ഒക്കെ നിങ്ങൾക്ക് പങ്കെടുക്കാനായിട്ട് പറ്റാതെ വന്നിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. ദാറ്റ് ഇസ് ഓൾസോ വെരി ഫൈൻ. ഓക്കെ, സോ ബിഫോർ മൂവിങ് ഓൺ ടു ദ സെഷൻ, നിങ്ങളുടെ കൂടെ ഇന്ന് സംസാരിക്കാന് മൈസെൽഫ് മാധവി, നിങ്ങളുടെ മെന്ററാണ്. MSc സുവോളജിയുടെയും MSc ഫുഡ് സേഫ്റ്റിയുടെയും മെന്റർ ആയിട്ടുള്ള ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ മാത്തമാറ്റിക്സ് മെന്റർ ആയിട്ടുള്ള ശംഷീറ മാം ഉണ്ട്, കെമിസ്ട്രി മെന്റർ ആയിട്ടുള്ള ഷഫ്ന മാം ഉണ്ട്, പിന്നെ നിങ്ങളുടെ സ്വന്തം LSEs ആയിട്ടുള്ള സുഹറ മാമും അതുപോലെ തന്നെ ഫാത്തിമ ബീവി മാമും നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും അഡ്രസ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ഒക്കെ തരാനും. സോ ഈ സെഷനിൽ നമ്മൾ എന്താണ് നോക്കി കാണാൻ പോകുന്നത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ഔട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ, യു ആർ ഗോയിങ് ടു റിഫ്ലക്ട് ഓൺ ദ OP ജേർണി. ഇത്ര നാളും നമ്മൾ എന്തൊക്കെയാണ് കണ്ടത്, എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത് എന്നുള്ള കാര്യങ്ങളൊന്ന് ഒരു റിഫ്ലക്ഷൻ ആയിരിക്കും നമ്മൾ ഫസ്റ്റ് സെഷനിൽ കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുക. ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു റാപ്പപ്പ് വീഡിയോ ഉണ്ട്. നിങ്ങൾക്ക് അറിയാം, ഒരുപാട് സെഷൻസ് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, കുറെ സ്ക്രീൻഷോട്ട്സ് എടുത്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങളുടെ സ്വന്തം സെഷൻസ് ഒക്കെ. എല്ലാം കൂടെ എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളത് പുതുതായിട്ട് ജോയിൻ ചെയ്തവർക്കും അതല്ലാതെ ഏതെങ്കിലും സെഷൻസ് മിസ്സായിട്ടുണ്ട് എന്നുള്ളവർക്കും അതിന്റെ മേജർ പോർഷൻസ് എല്ലാം കൂടെ ഒന്ന് കവറപ്പ് ചെയ്യുന്ന ഒരു റാപ്പപ്പ് വീഡിയോ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള ഫീഡ്ബാക്ക്, നിങ്ങൾ ഇൻട്രൊഡക്ഷൻ പറഞ്ഞതുപോലെ തന്നെ എന്റെ ലേണേഴ്സ് എല്ലാവരും ഫീഡ്ബാക്കും കൂടി ഷെയർ ചെയ്യുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ തന്നെ നിങ്ങൾ ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ആക്ഷൻ ടാസ്കുകൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 10ഓളം അല്ലെങ്കിൽ 11, 13 സെഷൻസിൽ ഇത്രയും ആക്ഷൻ ടാസ്കുകൾ, വെറുതെ അല്ല നിങ്ങളെ കൊണ്ട് ആക്ഷൻ ടാസ്കുകൾ ചെയ്യിപ്പിച്ചത്. അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യുന്നുണ്ട്. അതായത് എല്ലാ ഇതും പക്കയായിട്ട് ചെയ്ത് കുറച്ച് ആൾക്കാരെ മാത്രമേ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. യുനോ, ഇപ്പോഴും നമ്മൾ ഫസ്റ്റ് പൊസിഷൻ എന്ന് പറയുമ്പോൾ 1 or 2 മാർക്സിന്റെ ഡിഫറൻസിലായിരിക്കും ഈ ഫസ്റ്റ് പൊസിഷൻ ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ആക്ഷൻ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞതിന്റെ ഒരു ഇത് അങ്ങനെ നമ്മൾ അനൗൺസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു അസസ്മെന്റ് ഫോം, 2 അസസ്മെന്റ് ഫോംസും ഒരു ഫീഡ്ബാക്ക് ഫോം, ഇത് 2 നമ്മൾ റിലീസ് ചെയ്യുന്നുണ്ടാവും. അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ കാണാനായിട്ട് പോകുന്നത്. സോ on behalf of the whole LearnWise team, I welcome you all to this wrap-up session. സോ റിഫ്ലക്ടിങ് ഓൺ ദ OP ജേർണി. അപ്പൊ OP ജേർണിയിൽ നമ്മൾ എന്തൊക്കെയാ കണ്ടിരുന്നു? ഫസ്റ്റ് സെഷൻ എന്ന് പറയുന്നത് ഇനോഗ്രേഷൻ സെഷൻ ആയിരുന്നു. അതായത് നമ്മുടെ ഹയർ ടീം മെമ്പേഴ്സ് ആയിട്ടുള്ള അഭയ് സാർ, റയീസ് സാർ, നൗഫൽ സാർ, മുഹമ്മദ് സാർ, അങ്ങനെയുള്ള നിങ്ങളുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് ഇല്ലാത്ത കുറച്ച് നമ്മുടെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ഉണ്ട്. അവർ ഇനോഗ്രേഷൻ ചെയ്യുകയാണ്. നമ്മളിപ്പം നോർമൽ ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന ഇനോഗ്രേഷൻ പോലെ തന്നെ നമ്മൾ ഒരു ഇനോഗ്രേഷൻ സെഷൻ കണ്ടക്ട് ചെയ്തു. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സെഷൻ, അതായത് നിങ്ങൾ സുവോളജിക്കാരും എന്റെ ഫുഡ് സേഫ്റ്റിക്കാരും ഒരുമിച്ച് വന്നിട്ട് എനിക്ക് ഏറ്റവും എൻഗേജിങ് ആയിട്ട് തോന്നിയത് ഐസ് ബ്രേക്കിംഗ് സെഷനാണ്. അതെന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് കേട്ടോ. നിങ്ങൾക്ക് വേറെ സെഷൻസ് ഒക്കെ ആയിരിക്കും. അപ്പൊ ഐസ് ബ്രേക്കിംഗ് സെഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഉള്ള സെഷൻസ് ഒക്കെ കോമൺ സെഷൻസ് ആയിരുന്നു. അതായത് ഇഗ്നോ ഡീപ് ഡൈവ് ഇൻ, സിലബസ് ഡീകോഡിംഗ്, പിന്നെ LearnWise എക്കോസിസ്റ്റം എന്നൊക്കെ പറയുന്നത് കുറച്ചും കൂടെ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള അല്ലാത്ത ഒരു കോമൺ സെഷൻസ് ആയിരുന്നു. ഇഗ്നോയിലെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ, ഇഗ്നോയിൽ വെറുതെ ജോയിൻ ചെയ്തിട്ട് കാര്യമില്ലല്ലോ, ഇതിനെ പറ്റിയിട്ട് ഡീപ്പർ ആയിട്ട് നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും പറ്റണ്ടേ. അപ്പൊ അതിനെ പറ്റിയിട്ടുള്ള കുറെ വാട്ട് ഇസ് LSEs, അല്ലെങ്കിൽ LCs എന്താണ്, അല്ലെങ്കിൽ RCs എന്താണ്, SCs എന്താണ് എന്നൊക്കെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ യൂട്യൂബിൽ വീഡിയോ അവൈലബിൾ ആണ്. സമയം പോലെ നിങ്ങൾ അത് കണ്ടു നോക്കുക. ഓൾറെഡി ജോയിൻ ചെയ്തവരാണെന്നുണ്ടെങ്കിൽ യു വുഡ് ഹാവ് ഗോട്ട് എ ക്ലിയർ ആൻഡ് നൈസ് ഐഡിയ അബൌട്ട് ദാറ്റ്. പിന്നെ സെഷൻ 4 എന്ന് പറയുന്നത് സിലബസ് ഡീകോഡിംഗ് ആയിരുന്നു. ഫസ്റ്റ് ഇയറിലെ എന്തൊക്കെ പേപ്പേഴ്സ് ആണെന്ന് നിങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നു. അത് സുവോളജിക്കാർക്കും ഫുഡ് സേഫ്റ്റിക്കാർക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള സെഷൻസ് ആയിരുന്നു കണ്ടക്ട് ചെയ്തിരുന്നത്. പിന്നെ നമ്മുടെ LearnWise എക്കോസിസ്റ്റം, LearnWiseലെ ആപ്പ്, അതായത് LearnWiseലെ ഈ ആപ്പ് അല്ലെങ്കിൽ എന്താ പറയുക, വാട്സപ്പ് ഗ്രൂപ്പ് മാത്രമല്ല, അല്ലെങ്കിൽ വാട്സപ്പ് ബ്രോഡ്കാസ്റ്റ് മാത്രമല്ല, ഡിഫറെന്റ് ആയിട്ടുള്ള കുറെ പ്ലാറ്റ്ഫോംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എന്തായിരുന്നു എന്നുള്ളത് കണ്ടുപിടിക്കുന്ന അല്ലെങ്കിൽ അതിനെ പറ്റി സംസാരിക്കുന്ന ഒരു സെഷൻ ആയിരുന്നു സെഷൻ 5 എന്ന് പറയുന്നത്. സെഷൻ 6 എന്ന് പറയുന്നത് സ്മാർട്ട് ഗോൾസ് ആൻഡ്
ഹാബിറ്റ് ക്ലിനിക്. അതായത് നമ്മൾ കുറച്ചും കൂടെ നമ്മളെല്ലാവരും ഒരു വലിയൊരു ലക്ഷ്യത്തിന്റെ പുറകെയാണ് നമ്മൾ ഇതാക്കിയിരിക്കുന്നത്. നിങ്ങൾ കുറെ പേരൊക്കെ എന്താണ് ഒരു അത്യാവശ്യത്തിന് വേണ്ടി ഡിഗ്രി എടുക്കുന്നവരായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രീ ടൈമിൽ ഡിഗ്രി എടുക്കുന്നവരുണ്ടായിരിക്കും. അതുമല്ലെങ്കിൽ എനിക്ക് ഈ ഡിഗ്രി എടുത്തേ പറ്റുള്ളൂ എന്ന് വിചാരിക്കുന്ന, അങ്ങനെ നിങ്ങളുടെ സ്മാർട്ടർ ഗോൾസിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു സെഷൻ ആയിരുന്നു സെഷൻ 6 എന്ന് പറയുന്നത്. ദെൻ സെഷൻ 7 അലുമിനി ഇൻസ്പിറേഷൻ. അത് വളരെ എന്താ പറയാ ഇമോഷണൽ എന്നൊക്കെ പറയാവുന്ന ഒരു സെഷൻ ആയിരുന്നു അലുമിനി ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. വൈ? ബിക്കോസ് നിങ്ങളെ പോലെ തന്നെ പഠിച്ചു പോയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളെക്കാളും ചിലപ്പോൾ വേസ്റ്റ് സിറ്റുവേഷനിൽ ഇരുന്ന് പഠിച്ചിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് പറയാം. നമ്മുടെ സീനിയേഴ്സ് ഫെയർവെല്ലിന് നമ്മുടെ അടുത്ത് പറയില്ലേ, ഷോ ഇങ്ങനെയൊക്കെ ആയിരുന്നു പരിപാടി ഇവിടെ എന്നൊക്കെ പറയുന്ന ആ ഒരു അലുമിനി ഇൻസ്പിറേഷൻ എന്ന് പറയുന്ന ഒരു സെഷൻ ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം EEP പ്രോഗ്രാമിനെ പറ്റിയിട്ട് ലാംഗ്വേജ് പ്രൊഫഷൻസിക്ക് വേണ്ടി നമ്മൾ എല്ലാവരും ഇംഗ്ലീഷ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്, ഡെയിലി ലൈഫിലും അല്ലാതെയും ഒക്കെ ഇംഗ്ലീഷ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ കോൺഫിഡന്റ് ആയിട്ട് എങ്ങനെയാണ് മറ്റൊരാളെ ഫേസ് ചെയ്ത് സംസാരിക്കുക എന്നുള്ളത് നോക്കുന്ന ഒരു സെഷൻ ആയിരുന്നു ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം. ഹംന മാം വളരെ നല്ലൊരു സെഷൻ ആയിട്ട് ഇന്ററാക്റ്റീവ് ആയിട്ടായിരുന്നു അത് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സെഷൻ 9 വാസ് കരിയർ പാത്വേ. അതായത് എങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ ഒരു ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ് ഉള്ളത് എന്നുള്ള രീതിയിൽ കരിയർ ഓറിയന്റഡ് ആയിട്ടുള്ള കുറച്ചും കൂടെ മോർ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു സെഷൻ 9 എന്ന് പറയുന്നത്. ദെൻ മൂവിങ് ഓൺ ടു ദ സെഷൻ 10 മീറ്റിംഗ് ദ ലേൺ വൈസ് ടീം. നമ്മുടെ ഒരു ലേൺ വൈസ് ഫാമിലി അല്ലെങ്കിൽ ഈ കമ്മ്യൂണിറ്റിയിൽ മെന്റർ അടങ്ങുന്ന ഞാനോ അല്ലെങ്കിൽ നിങ്ങളുടെ അക്കാഡമിക് കൗൺസിലേഴ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ LSEസോ മാത്രമല്ല ഉള്ളത്, ഒരു ഹ്യൂജ് ടീം തന്നെ ഇതിന്റെ ബാക്ക് എൻഡിൽ ഇതാക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് സംസാരിക്കുമ്പോൾ അറിയാം, ഒരു പ്രാവശ്യം ഞാൻ പറയുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഞാൻ അഡ്മിഷൻ ടീമിനെ കണക്ട് ചെയ്തിട്ട് വരാം, അല്ലെങ്കിൽ കോർ ടീമിനെ കണക്ട് ചെയ്തിട്ട് വരാം. ഇവരൊക്കെ ആരാണ്, ഇവരൊക്കെ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതിന്റെ ഒരു ക്ലിയർ കട്ട് ഐഡിയ, അതായത് ഒരു റിഫ്ലക്ഷൻ ആയിരുന്നു മീറ്റ് ദ ലേൺ വൈസ് ടീം എന്ന് പറയുന്നത്. ദെൻ മൂവിങ് ഓൺ ടു ദ സെഷൻ 11 വിച്ച് ഇസ് ദ മെന്റൽ ഹെൽത്ത് ആൻഡ് മൈൻഡ്ഫുൾനെസ്. നമുക്ക് പഠിക്കുന്നത് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്നത്തെ ലോകത്ത് മെന്റൽ ഹെൽത്ത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത്. പഠിച്ചാൽ മാത്രം പോരല്ലോ, നമുക്ക് അത് പഠിക്കാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ വേണം, പഠിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം വേണം, നമുക്ക് മൈൻഡ് വേണം. അതെങ്ങനെയാണെന്നുള്ളത് നമ്മുടെ അക്ഷര മാം ക്ലിയർ ആയിട്ട് ആ ഒരു സെഷനിൽ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ സെഷൻ 12 വാസ് ഫാമിലി മീറ്റപ്പ്. മോർ ലൈക്ക് ഒരു PTA മീറ്റിംഗ് ഒക്കെ പോലെയായിരുന്നു നിങ്ങൾക്ക് ഒക്കെ ഫീൽ ചെയ്തിട്ടുണ്ടാവുക. എനിക്ക് പേഴ്സണലി ഒരു PTA മീറ്റിംഗ് ഒക്കെ പോലെ തോന്നി. പക്ഷെ നമ്മൾ സാധാരണ കാണുന്നത് പോലെയല്ല, കുറച്ചും കൂടി ഇമോഷണൽ ആയിട്ട്. ഇവിടെ പാരന്റ്സ് ആയിരുന്നില്ല കൂടുതൽ സംസാരിച്ചത്, ചിലപ്പോൾ ഹസ്ബൻഡിന് വേണ്ടി വൈഫോ, വൈഫിന് വേണ്ടിയിട്ട് ഹസ്ബൻഡോ, അല്ലെങ്കിൽ ഗ്രാൻഡ് പാരന്റ്സോ ബ്രദേഴ്സോ സിസ്റ്റേഴ്സോ അങ്ങനെ ആരെങ്കിലൊക്കെ ആയിരിക്കും സംസാരിച്ച് കണ്ടിട്ടുണ്ടാവുക. അവർ വളരെ ജെനുവിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്തും എന്താ പറയാ പുട്ട് ഫോർവേഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ അത് ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഷുവർ ആയിട്ടും നിങ്ങൾ അതിന്റെ യൂട്യൂബ് വീഡിയോ കാണണം എന്നാണ് ഞാൻ പറയുന്നത്, ഈ ഒരു സെഷന്റെയും അതുപോലെ തന്നെ അലുമിനി ഇൻസ്പിറേഷന്റെയും. കാരണം അത് കുറച്ചും കൂടെ നിങ്ങൾക്ക് കൂടുതൽ റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ബാക്കിയുള്ള സെഷൻസ് ഇൻഫർമേറ്റീവ് ആണ്, പക്ഷെ ഇത് കുറച്ചും കൂടെ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. Now the final celebration session, that is session 13, the wrap-up session. Okay, അതിനാണ് നമ്മൾ ഇവിടെ മീറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞ് ഈ ബ്ലാ ബ്ലാ അടിച്ച കാര്യങ്ങൾ മൊത്തം നമ്മൾ ഇനി ഒരു വീഡിയോ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും എന്തൊക്കെയാണെന്നുള്ളത്. ആ വീഡിയോയിൽ വരുന്ന വേർഡ്സും കാര്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതൊക്കെ നമ്മുടെ ഓരോ ലേണേഴ്സ് അവരുടെ HOL എപ്പിസോഡ്സിലോ അല്ലെങ്കിൽ ഓറിയന്റേഷൻ പ്രോഗ്രാമിലോ അവിടെ ഇവിടെ ആയിട്ട് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിനകത്ത് അവർ ഷെയർ ചെയ്യുന്നുണ്ടാവുക.
എല്ലാവരും വീഡിയോ ഒക്കെ കണ്ടില്ലേ? ഓൾമോസ്റ്റ് ഇതൊക്കെ തന്നെയായിരുന്നു ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. അതിന്റെ ഒരു ചെറിയ വേർഷൻ മാത്രമാണ് നിങ്ങളിപ്പോ കണ്ടത്. ലൈക് പ്രോമിനന്റ് ആയിട്ടുള്ള പോർഷൻസ് നിങ്ങളുടെ കുറെ ഫേസസും ഒക്കെ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടാവും. ഓക്കെ, സോ യു ജോയിൻ വിത്ത് ക്വൈറ്റ് അൺസർട്ടനിറ്റി, നൗ യു ഗോണ ലീവ് വിത്ത് ക്വൈറ്റ് കോൺഫിഡൻസ്. ഇത് എന്താ പറയാ, നമ്മളായിട്ട് പറഞ്ഞൊരു പുതിയ സ്റ്റേറ്റ്മെന്റ് ഒന്നുമല്ല. പൊതുവെ എന്താ പറയാ, ബാക്കി നമ്മുടെ ലേണേഴ്സ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. മൊത്തത്തിൽ ഒരു കൺഫ്യൂഷനിൽ നിന്ന് തുടങ്ങി ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്നുള്ളൊരു പൊസിഷനിലേക്ക്. അലുമിനി മീറ്റ് കണ്ട സമയത്ത് മനസ്സിലായ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരുപാട് ഒട്ടും ചെയ്യില്ല എന്ന് പറഞ്ഞ ആൾക്കാരാണ് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് വന്നിരുന്ന് സംസാരിക്കുന്നത്. അപ്പൊ അങ്ങനെ അവർ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്ന് വന്നിട്ടുള്ളതാണ് ഈ ഒരു പോസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം നിങ്ങൾ ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാ ആൾക്കാർക്കും ചിലപ്പോൾ ഫീഡ്ബാക്ക് പറയാനായിട്ട് പറ്റി എന്ന് വരില്ല. പക്ഷെ നിങ്ങളുടെ പറയുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഓരോ പ്രാവശ്യവും ഓരോ കാര്യങ്ങൾക്ക് ചേഞ്ചസ് കൊണ്ടുവരുന്നത് നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും നിങ്ങൾ ലേൺ വൈസില് എന്താ പറയാ ലേണേഴ്സ് പറഞ്ഞിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു സജഷൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഫീഡ്ബാക്ക് ഫോം ആണ് ഇനി നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. സോ ഈ ഫീഡ്ബാക്ക് ഫോം നമ്മൾ ഓരോ സെഷനിലും നിങ്ങൾക്ക് ഓരോ ആക്ഷൻ ടാസ്ക് തന്നിട്ടുണ്ടായിരുന്നു. ആ സെഷനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടതായിരുന്നു. ഇതെന്ന് പറയുന്നത് ഈ ഒരു സെഷനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടല്ല, ത്രൂ ഔട്ട് നമ്മൾ ഈ ഒരു കംപ്ലീറ്റ് മന്ത് നമുക്ക് വന്നിട്ടുള്ള ഓരോ സെഷൻസും അതിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് ആണ് നമുക്ക് വേണ്ടത്. സോ ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേര് ആദ്യം ഫുൾ നെയിം കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ എൻറോൾ ചെയ്തിട്ടുള്ള ഇഗ്നോ പ്രോഗ്രാം, അത് കഴിഞ്ഞ് നിങ്ങളുടെ അസൈൻഡ് മെന്റർ ഓർ LSC, നിങ്ങളുടെ മെന്റർ ഓർ LSC ഏതാണ് അവരുടെ പേര് കൊടുക്കുക. അതിനുശേഷം ഓറിയന്റേഷൻ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അനുഭവം, നിങ്ങൾക്ക് എന്തൊക്കെയാണോ ഇതിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലായത്, നിങ്ങൾക്ക് ഇത് എത്രത്തോളം നിങ്ങൾക്ക് മോട്ടീവ് ആയിട്ടുണ്ട്, ഇതിൽ നിന്നും നിങ്ങൾക്ക് ഇൻസ്പിറേഷൻ എന്താണ്, അതല്ലാതെ നിങ്ങൾക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാനുള്ള സജഷൻ എന്താണോ അതെല്ലാം ഇലാബറേറ്റ് ചെയ്ത് ഇതിന് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം സെഷൻ വൈസ് ഫീഡ്ബാക്ക്, അതായത് ഹൗ ഹെൽപ്ഫുൾ ഓർ മീനിങ്ഫുൾ ഡിഡ് യു ഫൈൻഡ് ഈച്ച് ഓഫ് ദ സെഷൻ ഓറിയന്റേഷൻ പ്രോഗ്രാം സെഷൻസ്. അതായത് സെഷൻ 1 തൊട്ട് നമ്മുടെ ലാസ്റ്റ് സെഷൻസ് വരെ നിങ്ങൾക്ക് ഓരോ സെഷനും എത്രത്തോളം ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന് നിങ്ങൾ ഇതിൽ ഓരോന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. എക്സ്ട്രീംലി ഹെൽപ്ഫുൾ, വെരി ഹെൽപ്ഫുൾ, മോഡറേറ്റ്ലി ഹെൽപ്ഫുൾ, അങ്ങനെ സ്ലൈറ്റ്ലി ഹെൽപ്ഫുൾ. അതുപോലെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് സെഷൻ വരെ, നമ്മുടെ സെഷൻ 13 വരെയുള്ള സെഷൻ വരെ നമുക്ക് ഇതിൽ കൊടുക്കാം. അതിനുശേഷം ഡിഡ് യു കംപ്ലീറ്റ് മോസ്റ്റ് ഓഫ് ദ ആക്ഷൻ ടാസ്ക് ആഫ്റ്റർ ഈ സെഷൻ. ഓരോ ടാസ്കിന് ശേഷവും നമ്മൾ തന്നിട്ടുള്ള ആക്ഷൻ ടാസ്ക് അത് നിങ്ങൾ ഫില്ല് ചെയ്തിട്ടുണ്ടോ, എത്രത്തോളം ഫില്ല് ചെയ്തിട്ടുണ്ട്, അത് ഈ ഓപ്ഷൻസിനനുസരിച്ച് കൊടുക്കാം. പലർക്കും പല സെഷനും മിസ്സായിട്ടുണ്ടാകും, അതൊന്നും ഇഷ്യൂ അല്ല, എത്രത്തോളം നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടോ അത് മാത്രം കൊടുക്കുക. ഹൗ ഹെൽപ്ഫുൾ വർ ദ ആക്ഷൻ ടാസ്ക് ഇൻ ഹെൽപ്പിംഗ് യു റിഫ്ലക്ട് ആൻഡ് ഗ്രോ. ഓരോ ആക്ഷൻ ടാസ്കും നിങ്ങൾക്ക് എത്രത്തോളം ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് എന്നുള്ളത്, നിങ്ങൾക്ക് സജഷൻ എന്താണോ അത് കൊടുക്കാം. എത്രത്തോളം വെരി ഹെൽപ്ഫുൾ ആണോ, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടില്ല, അതെല്ലാം ഇതിൽ കൊടുക്കാം. അതിനുശേഷം വിച്ച് ആക്ഷൻ ടാസ്ക് ഫെൽറ്റ് ദ മോസ്റ്റ് ഇമ്പാക്ട്ഫുൾ ഫോർ യു പേഴ്സണലി. നിങ്ങൾക്ക് പേഴ്സണലി ഏറ്റവും കൂടുതൽ നിങ്ങളെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള, നിങ്ങൾക്ക് ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുള്ളത് ഏത് ആക്ഷൻ ടാസ്ക് ആണോ അത് ഇവിടെ കൊടുക്കുക. ഡിഡ് യു ഫീൽ സപ്പോർട്ടഡ് ഓർ ഗൈഡഡ് ഇനഫ് ബൈ യുവർ മെന്റർ ഓർ LSC ഡ്യൂറിംഗ് ദീസ് ആക്ടിവിറ്റീസ്. നിങ്ങളുടെ മെന്റർ അല്ലെങ്കിൽ LSC ഈ ഒരു ടാസ്കിന് സമയത്ത് നിങ്ങൾക്ക് എത്രത്തോളം സപ്പോർട്ടീവ് ആയിട്ടുണ്ട്, നിങ്ങളുടെ ബോട്ടം ഓഫ് ദി ഹാർട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ള എന്താണ് അത് ഇവിടെ കൊടുക്കുക. ഡിഡ് OP 10.0 ഹെൽപ്പ് യു ഫീൽ മോർ കോൺഫിഡന്റ് അബൌട്ട് യുവർ ഇഗ്നോ ജേർണി. ഈ ഒരു ഓറിയന്റേഷൻ നമ്മൾ ഈ കംപ്ലീറ്റ് ഓഗസ്റ്റ് മന്ത് കംപ്ലീറ്റ് ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്തതിനു ശേഷം നിങ്ങളുടെ ജോയിൻ ചെയ്ത സമയത്ത് നിങ്ങളുടെ കോൺഫിഡൻസ് എന്താണോ അത് കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ അത് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. ഡിഡ് യു എക്സ്പീരിയൻസ് എനി ഓഫ് ദ ഫോളോയിങ് ത്രൂ OP 10.0. ഈ ഒരു തന്ന ഓപ്ഷൻസിൽ നിന്നും നിങ്ങൾക്ക് ഇതിൽ നിന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ട് എന്താണ്, ഫീൽ ചെയ്തിട്ടുള്ളത് എന്താണ്, അത് ഇവിടെ കൊടുക്കാം. ഓരോ സെഷൻസും നമുക്ക് ഓരോ എയിം വെച്ചാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. ഇപ്പൊ ഇഗ്നോയെ കുറിച്ച് നമ്മൾ എലാബറേറ്റ് സംസാരിച്ച സെഷൻ ഉണ്ടായിരുന്നു, അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഗ്നോയെ കുറിച്ച് ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടോ, നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടോ, അതെല്ലാം നിങ്ങൾ മോട്ടിവേറ്റഡ് ആയിട്ടുണ്ടോ, അങ്ങനെയുള്ള കുറെ ഓപ്ഷൻസ് ഇത് കൊടുത്തിട്ടുണ്ട്. മെന്റൽ ഹെൽത്ത് അവയർനെസ്, നമ്മൾ മെന്റൽ വെൽബീയിങ്ങിന് വേണ്ടി തന്നെ ഒരു സെഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആയിട്ടുണ്ടോ, അതിനുള്ള ഓപ്ഷൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രത്തോളം മോട്ടിവേറ്റഡ് ആയിട്ടുള്ളത് ആ ഓപ്ഷൻസ് എല്ലാം ഇതിൽ മാർക്ക് ചെയ്യാം. അതിനുശേഷം ഈസ് ദർ എനി പാർട്ട് യു ഫെൽറ്റ് കുഡ് ഹാവ് ബീൻ ഇംപ്രൂവ്ഡ്. ഇതിന് ഈ സെഷൻസ് എല്ലാം അറ്റൻഡ് ചെയ്ത ശേഷം നിങ്ങൾ ഏത് പാർട്ടാണ് നിങ്ങൾക്ക് ഇതിൽ ഇംപ്രൂവ് ആക്കണം എന്ന് തോന്നിയിട്ടുള്ളത്, ഏത് സെഷൻ ആണെങ്കിലും ഹോണസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അത് റിപ്ലൈ കൊടുക്കാം. സോ എല്ലാവർക്കും അവരുടേതായ സജഷൻസ് ഉണ്ടാവും. സോ അതെല്ലാം നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. അത് ക്ലിയർ ചെയ്തോട് തന്നെ നമ്മൾ ഇനിയുള്ള സെഷൻസിലോട്ട് പോകും. If you could suggest one element
or idea for the next orientation what it would be. സോ ഈ ഒരു ബാച്ച് നമ്മൾ ഓറിയന്റേഷൻ ക്ലോസ് ചെയ്തതിനു ശേഷം ഇനിയും നമ്മുടെ ലേൺ ബൈസിന്റെ പുതിയ ബാച്ചസ് വരും. അവർക്കും നമ്മൾ ക്ലിയർലി ഓറിയന്റേഷൻ കൊടുക്കും. സോ ഇപ്പം ഈ സെഷൻസ് എല്ലാം അറ്റൻഡ് ചെയ്തതിനു ശേഷം നമുക്ക് തരാനുള്ള ഒരു സജഷൻ എന്താണ്? സോ ഇങ്ങനെ സെഷനും കൂടെ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് കുറച്ചുകൂടെ ബെനിഫിറ്റ് ആയിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് പേഴ്സണലി തോന്നുന്ന ഒരു എലമെന്റ് എന്താണ് അത് ഇവിടെ ആഡ് ചെയ്യുക. സോ അതാണ് നിങ്ങൾ കൊടുക്കേണ്ട കംപ്ലീറ്റ് ഫീഡ്ബാക്ക്. നിങ്ങൾക്ക് എത്രത്തോളം ഇത് മോട്ടീവ് ആയിട്ടുണ്ട് അതിന്റെ ബേസിൽ കൊടുക്കുക. ഓക്കെ, താങ്ക് യു ശംഷേറ മാം. ഇനി അടുത്തൊരു സെഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഫീഡ്ബാക്ക് ആണ് നമ്മൾ ചോദിക്കാൻ പോകുന്നത്. അതായത് നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള ഓറിയന്റേഷൻ ജേർണിയിൽ ത്രൂ ഔട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ഓറിയന്റേഷൻ മൊത്തത്തിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്ത് ഇന്നേ ദിവസം വരെ വാട്ട് ഓൾ തിങ്സ് യു ഹാവ് ഗോൺ ത്രൂ എന്നുള്ള കാര്യം നിങ്ങൾക്ക് ജെന്യുവൻ ആയിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. ഫസ്റ്റത്തെ 2-3 ക്ലാസ് ഒക്കെ ഫുള്ളായിട്ട് അറ്റൻഡ് ചെയ്തായിരുന്നു. പിന്നെ കുറച്ചൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ലാസ്റ്റ് ആയിട്ട് എനിക്ക് കുറച്ച് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സെഷൻ മറ്റെന്തോ മെന്റൽ ഹെൽത്തിന്റെയോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് മറ്റേ ഇൻഹെയിൽ എക്സേൽ ഒക്കെ ചെയ്യിപ്പിച്ചിട്ട് ആ സെഷൻ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി. സോ താങ്ക് യു. എനിക്ക് കുറച്ച് എക്സൈറ്റ്മെന്റ് തോന്നുന്ന അലൂമിനി മീറ്റിന്റെ അതായിരുന്നു. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോ BSc കംപ്ലീറ്റ് ചെയ്തിട്ട് കുറച്ച് വർഷങ്ങളായിരുന്നു. ഇപ്പൊ MSc എനിക്ക് ഓൾറെഡി ജോബ് ഉണ്ട്. MSc ഇല്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ എന്റെ ഒരു ആഗ്രഹമായിരുന്നു കൊണ്ട് എന്നാ ചെയ്തേക്കാന്ന് വെച്ചു. പക്ഷെ നമ്മൾ അത് കഴിഞ്ഞിട്ട് ആ ഒരു സെക്ഷൻ കണ്ടപ്പോഴത്തേക്കിനുമാണ് നമുക്ക് മനസ്സിലായത്. ഇപ്പൊ റിട്ടയർമെന്റ് കഴിഞ്ഞിട്ടും പിന്നെയും PG എടുക്കുന്നവര്, ഡിഗ്രി എടുക്കുന്നവര്, അതൊക്കെ വെച്ച് നോക്കുമ്പോ നമ്മള് ഇനി വേണോ അങ്ങനെ ചിന്തിച്ചു നിന്ന്. അപ്പൊ അതൊക്കെ കാണുമ്പോ നമുക്ക് പിന്നെ അവര് നോളജ് അവർക്ക് വേണമെന്നുള്ള ആ ഒരു ചിന്ത. അപ്പൊ അത് കുറച്ച് ഇതായിട്ട് തോന്നി എനിക്ക്. നമ്മളും ലേറ്റ് ആയിട്ടില്ല. അതെ അതെ. അപ്പൊ അതാണ് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയത്. ഞാൻ നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, വീഡിയോസ് കാണുന്നുണ്ട്. നല്ല രീതിക്ക് പഠിച്ചു പോകുന്നുണ്ട്. അത്യാവശ്യം ഉണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ടത് എനിക്ക് എന്താ പറയാ ഇംഗ്ലീഷ് പ്രൊഫഷൻസിയുടെ അത് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നന്നായിട്ട് നല്ല പ്രസന്റേഷൻ ആയിരുന്നു. വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നാണെങ്കിൽ പിന്നെന്തായിരുന്നു മെന്റൽ ഹെൽത്ത്, പിന്നെ സക്സസ്ഫുൾ ആയിട്ടുള്ള അലുമിനിയുടെ ഒരു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെന്താ പറയാ ഓൾമോസ്റ്റ് എല്ലാം കാണുന്നതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ അത്രയ്ക്കാണ് ഇഷ്ടപ്പെട്ടത് അല്ലെ മൊത്തത്തില് ഓറിയന്റേഷന്റെ. സോ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആക്ഷൻ ടാസ്കിന്റെ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യുന്നതാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾ കുറെ പേരൊക്കെ ആക്ഷൻ ടാസ്ക് ചെയ്യാനായിട്ടും ഇപ്പൊ ഇതിൽ ജോയിൻ ചെയ്യാത്ത പലരും ഈ പറഞ്ഞതുപോലെ ആക്ഷൻ ടാസ്ക് ഫില്ല് ചെയ്യാനൊക്കെ ആയിട്ട് നിങ്ങൾ എഫേർട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാം എഫേർട്ട് മാറ്ററിംഗ് ആണ്. പക്ഷെ ഒരു സ്റ്റെപ്പ് എഹെഡ് ആയിട്ട് എടുത്ത ആൾക്കാർക്ക് നമ്മളിപ്പോഴും അവരെ അപ്രീഷിയേറ്റ് ചെയ്യണമല്ലോ. എന്നാലേ നമുക്ക് കുറച്ചും കൂടെ ഒരു എന്താ പറയാ അവർക്ക് ഒരു മോട്ടിവേഷൻ ഒക്കെ ആവുള്ളൂ. അവർക്ക് മാത്രമല്ല നിങ്ങൾക്ക് മോട്ടിവേഷൻ ആവത്തുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ്. സോ ഇതാണ് നമ്മുടെ ടോപ്പ് പെർഫോമേഴ്സ്. MSc സുവോളജിയിലെ ദേവിക DC എന്റെ അണ്ടറിൽ വരുന്ന ദേവികയാണ് ഫസ്റ്റ് റാങ്ക് ഹോൾഡർ വരുന്നത്. പിന്നെ MSc ഫുഡ് സേഫ്റ്റിയിലാണെങ്കിൽ ഷഫീന ആൻഡ് അലീന, ഇവർ രണ്ടുപേരും മെന്റർഷിപ്പ് പാക്കേജിൽ ഉള്ള ആൾക്കാരാണ്. വിത്ത് 44, 55 ആൻഡ് 51 സ്കോർ ആയിട്ട്. അപ്പൊ നമുക്ക് അവരെ അപ്രീഷിയേറ്റ് ചെയ്യാം അല്ലെ. ഇത്രയും എഫേർട്ട് എടുത്ത് ഇത്രയും കാര്യങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. നമുക്ക് അത്രയും സമയം നമ്മൾ എടുത്ത് അതിനകത്ത് എഫേർട്ട് ഇട്ട് ഇത്രയും സ്കോർ വാങ്ങിക്കാന്ന് പറയുന്നത് എനിക്ക് മൊത്തത്തിൽ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അതൊരു പേഴ്സണൽ സന്തോഷമാണ്. ഈ മെന്റർ എന്നുള്ള സംഭവത്തില് എന്റെ പേരിങ്ങനെ കാണുമ്പോൾ ഒരു പ്രത്യേക തരം സന്തോഷം. അത് നല്ലൊരു കാര്യമല്ലേ. അപ്പൊ എന്റെ ലേണേഴ്സ് ഇത്രയും നന്നായിട്ട് പെർഫോം ചെയ്യുന്നു എന്നുള്ളത് എനിക്ക് മറ്റൊരാളോട് അല്ലെങ്കിൽ എന്റെ ടീമിലെ മെമ്പേഴ്സിനോട് പറയാനായിട്ട് ഇങ്ങനൊരു അവസരം എന്റെ ലേണേഴ്സ് ഉണ്ടാക്കി തന്നതിന് ഒരു വലിയ താങ്ക്സ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് ഈ നമ്മുടെ നോൺ മെന്റർഷിപ്പ് ബാച്ചിലെ ലേണേഴ്സ് ഐസ് ബ്രേക്കിംഗ് സെഷനിൽ എനിക്ക് കുറെ പേരൊന്നും പേര് ഓർമ്മയില്ല. ഇപ്പൊ സുലു ഉണ്ടായിരുന്നു, പിന്നെ അതുപോലെ തന്നെ വേറെ കുറച്ച് പേരുകൾ ഉണ്ടായിരുന്നു. ഞാൻ ശരിക്കും മറന്നുപോയതാണ്, സോറി മൈ ബാഡ്. അവര് വളരെ നന്നായിട്ടാണ് കേട്ടോ ഐസ് ബ്രേക്കിംഗ് സെഷനിലൊക്കെ പെർഫോം ചെയ്തത്. അതായത് എനിക്ക് അറിയ പോലും ഇല്ല എന്നുണ്ടെങ്കിലും മീനിങ് നമുക്ക് പേഴ്സണൽ ആയിട്ട് അറിയില്ല എന്നുണ്ടെങ്കിലും ഭയങ്കരമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്ത് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്ന ലേണേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ അവരെയും കൂടെ
അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ഒരു ഇതിന് പുട്ട് ഫോർവേഡ് ചെയ്ത എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാറ്റുലേഷൻസ് ഞാൻ പറയുന്നുണ്ട്. ഓക്കെ, സോ കൺഗ്രാറ്റുലേഷൻസ് ഗൈസ്. ഇതുപോലെ നമുക്ക് ഇനിയും ഇവന്റ്സ് ഉണ്ട്, നമുക്ക് ഫസ്റ്റ് ആവണം. ഓക്കെ, സോ ഇനി അടുത്തത് ഒരു ഓൺലൈൻ അസസ്മെന്റ് ഫോം ആണ്. ഓൺലൈൻ അസസ്മെന്റ് ഫോം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ ഇത്രയും നാളും നമ്മൾ ഓറിയന്റേഷൻ പ്രോഗ്രാമിലായാലും മൊത്തത്തിൽ നിങ്ങൾക്ക് എത്രത്തോളം കിട്ടിയെന്ന് നമുക്കറിയണ്ടേ. ഫീഡ്ബാക്ക് ഫോം എന്ന് പറയുന്നത് നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഓൺലൈൻ അസസ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഇന്റലക്ച്വലി എത്രത്തോളം നിങ്ങൾക്ക് കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഓൺലൈൻ അസസ്മെന്റ് ഫോം ഉള്ളത്. സോ ഞാൻ അതൊന്ന് ഷെയർ ചെയ്യാം കേട്ടോ. ഓൺലൈൻ അസസ്മെന്റ് ഫോം ഇത് നിങ്ങൾക്ക് ഇപ്പൊ ഞങ്ങൾക്ക് നമ്മുടെ ലേണേഴ്സിനെ ഒന്ന് അസസ് ചെയ്യാനോ അത് വെച്ച് നിങ്ങളെ കാറ്റഗറൈസ് ചെയ്യാനോ ഒന്നും വേണ്ടിയിട്ടല്ല. ത്രൂ ഔട്ട് നമ്മുടെ സെഷനെ ബേസ് ചെയ്തിട്ടുള്ളത് ഈ അസസ്മെന്റ് ഫോം. ഈ സെഷൻസ് എല്ലാം അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് എന്തൊക്കെ നോളജ് അതിന് കിട്ടി, നമ്മുടെ യൂണിവേഴ്സിറ്റിയെ കുറിച്ച്, നമ്മുടെ സിലബസിനെ കുറിച്ച്, അങ്ങനെ എന്തെല്ലാം ഐഡിയാസ് കിട്ടി, നിങ്ങൾക്ക് സെൽഫായിട്ടൊന്ന് അസസ് ചെയ്യാനും. ഇപ്പൊ നിങ്ങൾക്ക് ഇതിൽ ചിലപ്പം എല്ലാ ആൻസേഴ്സ് ഒന്നും അറിയുന്നുണ്ടാവില്ല. അപ്പൊ അറിയാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ നോക്കി റെഫർ ചെയ്യാം. അതെല്ലാം നിങ്ങളുടെ മെന്റേഴ്സുമായിട്ട് LSR ഡിസ്കസ് ചെയ്യാം. അതങ്ങനെ നിങ്ങൾക്ക് തന്നെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഈ ഫോമിൽ ആദ്യം ആസ് യൂഷ്വൽ നിങ്ങളുടെ ഫുൾ നെയിം കൊടുക്കുക, നിങ്ങളുടെ ഇഗ്നോ പ്രോഗ്രാം, അതിനുശേഷം നിങ്ങളുടെ മെന്റർ ഓർ LSC നെയിം, അതിനുശേഷം കുറച്ച് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ഫോമിലാണ്. ഫസ്റ്റ് ഇഗ്നോ എന്ന് പറയുന്നത് നമ്മൾ ഏത് യൂണിവേഴ്സിറ്റി ആണെന്ന് കൊടുക്കുക. നമ്മുടെ NAC സ്റ്റാറ്റസ് ഹൈലൈറ്റഡ് ഇൻ OP 10.0 ഫോർ ഇഗ്നോ. അതിനുശേഷം ടിപ്പിക്കൽ വെയിറ്റേജ് മോഡൽ, അതായത് നമ്മുടെ എക്സാം എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മുടെ വെയിറ്റേജ് വരുന്ന, അസൈൻമെന്റ് പ്ലസ് TU അതിന്റെ പെർസെന്റേജ് ഡീറ്റെയിൽസ് എങ്ങനെയാണ്. അതിനുശേഷം ബിഫോർ ഫില്ലിംഗ് അഡ്മിഷൻസ് ഓർ രജിസ്ട്രേഷൻ ഫോം യു ഷുഡ് ഹാവ്, നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവും നമുക്ക് അഡ്മിഷൻ എടുക്കുന്നതിന് മുന്നേ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഡോക്യുമെന്റ്. ഓക്കെ, അതിൽ ഏതാണ് കൊടുക്കുക. ഇനി ഒഫീഷ്യൽ പോർട്ടൽ ഫോർ രജിസ്ട്രേഷൻ. ഇപ്പം നമ്മുടെ ഫസ്റ്റ് ഇയേഴ്സിന് അല്ലെങ്കിൽ ഫസ്റ്റ് സെം സ്റ്റുഡൻസിന് വലിയൊരു ഐഡിയ ഉണ്ടാവില്ല രജിസ്ട്രേഷൻ എന്താണെന്ന്. നമ്മളിപ്പം ഒരു സെം അല്ലെങ്കിൽ ഒരു ഇയർ കഴിയുമ്പോൾ നമ്മൾ അടുത്ത ഒരു ഇതിലോട്ട് നമ്മൾ ഒന്നുകൂടി രജിസ്റ്റർ ചെയ്യണം. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഒഫീഷ്യൽ പോർട്ടൽ ഏതാണെന്ന്. അതിനുശേഷം ഗ്രേഡ് കാർഡിൽ നമുക്ക് കാണാവുന്ന ഇത് ഏതാണെന്ന് കൊടുക്കുക. അത് കഴിഞ്ഞ് ഹൗ മെനി ടൈംസ് ഇൻ എ ഇയർ ഡസ് ഇഗ്നോ കണ്ടക്ട് ടേം ആൻഡ് എക്സാമിനേഷൻ, ഒരു വർഷം എത്ര പ്രാവശ്യമാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി നമുക്ക് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. വിച്ച് ഗ്രേഡിംഗ് സിസ്റ്റം ഡസ് ഇഗ്നോ യൂസ് ഫോർ ഇവാലുവേറ്റിംഗ് ലേണർ അച്ചീവ്മെന്റ്സ്, നമ്മുടെ ഗ്രേഡിംഗ് സിസ്റ്റം ഏതാണ്. വാട്ട് ഈസ് ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് ഇഗ്നോ. ഇതെല്ലാം നമ്മുടെ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് അറിയുന്നത് ടൈപ്പ് ചെയ്ത് ആൻസർ ചെയ്യുക. ഹൗ ആർ ഇഗ്നോസ് ക്രെഡിറ്റ് റിക്വയർമെന്റ് സ്ട്രക്ചേർഡ്, ഒരു ക്രെഡിറ്റ് എന്ന് പറയുന്നത് എത്ര ഹവേഴ്സ് ഓഫ് സ്റ്റഡി ആയിട്ടാണ് ഇഗ്നോയിൽ മെഷർ ചെയ്യുന്നത്. വാട്ട് ഡോക്യുമെന്റ് മസ്റ്റ് സ്റ്റുഡൻസ് ബ്രിങ് ടു ദ എക്സാമിനേഷൻ സെന്റർ അലോങ് വിത്ത് ഹോൾ ടിക്കറ്റിന്റെ കൂടെ നമ്മൾ എക്സാമിന് സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെന്റ് ഏതാണ്. ഹു ഈസ് എലിജിബിൾ ടു റിസീവ് ദ പ്രസിഡൻസ് ഗോൾഡ് മെഡൽ അറ്റ് ഇഗ്നോ, നമ്മുടെ കോൺവൊക്കേഷൻ ആ ടൈമിൽ നമ്മുടെ ഗോൾഡ് മെഡൽ റിസീവ് ചെയ്യുന്നത് ആർക്കായിരിക്കും. വാട്ട് ആർ ദി ഇവാലുവേഷൻ ക്രൈറ്റീരിയ ഫോർ ഇഗ്നോ അസൈൻമെന്റ്സ്, നമ്മുടെ അസൈൻമെന്റിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു സെഷനിൽ. ക്യാൻ എ സ്റ്റുഡന്റ് പെർസ്യൂ മോർ ദാൻ വൺ പ്രോഗ്രാം സൈമൾട്ടേനിയസ്ലി അറ്റ് ഇഗ്നോ, ഒരു ടൈം നമ്മൾ ഒരു കോഴ്സ് ചെയ്യുന്നു അതിന്റെ കൂടെ നമുക്ക് വേറൊരു കോഴ്സ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിനുശേഷം ഹോൾ ടിക്കറ്റ് ഈസ് ജനറലി റിലീസ്ഡ്, ഹോൾ ടിക്കറ്റ് റിലീസ് ചെയ്യുന്ന ടൈം. ചൂസിങ് ആൻ എക്സാം സെന്ററിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ട്രബിൾ ഷൂട്ടിംഗ് ഫസ്റ്റ് സ്റ്റെപ്പ് ഇഫ് എ വീഡിയോ ബഫേഴ്സ് ഓർ ആപ്പ് ഹാങ്സ്, നമ്മുടെ വീഡിയോ അല്ലെങ്കിൽ നമ്മുടെ ആപ്പിൽ എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്. വിച്ച് ഈസ് ദ സ്മാർട്ടർ ഗോൾ, നമ്മൾ ഓൾറെഡി സ്മാർട്ട് ഗോൾ സെറ്റിംഗ് എന്ന് പറയുന്ന സെഷൻ ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഓറിയന്റേഷൻ റിലേറ്റഡ് ആയിട്ട്. അത് കഴിഞ്ഞ് ലീഡ് വേഴ്സസ് ലാഗ് മെഷർ, അത് കഴിഞ്ഞ് ടൈനി ഐഡന്റിറ്റി ബേസ്ഡ് ഹാബിറ്റ് എക്സാമ്പിൾ ഫോർ എ ബിസി വീക്ക്, അതായത് നമ്മുടെ സ്റ്റഡി നമ്മൾ എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്, നമ്മൾ ഡെയിലി എത്ര ഹവേഴ്സ് പഠിക്കും അതിന്റെ ഒരു ബേസിക് ഐഡിയ. സോ നിങ്ങൾ ത്രൂ ഔട്ട് നിങ്ങൾക്ക് എത്ര സെക്ഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ അതിന്റെ ബേസിൽ ഇത് ആൻസർ ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളെ സ്വന്തം ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ, അത് അറിയാത്ത പോർഷൻസ് എന്താണ് നിങ്ങൾക്ക് അറിയാത്തത് നിങ്ങളുടെ മെന്ററോ LSC ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്ത് മനസ്സിലാക്കാം. ഓക്കെ, സോ താങ്ക് യു ശംഷിറ മാം. അപ്പോ ഈ ഒരു ഓൺലൈൻ അസസ്മെന്റ് ഫോം എന്ന് പറയുന്നത് ആക്ച്വലി നിങ്ങൾ തന്നെ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള കുറച്ച് ഡൗട്ട്സിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ അസസ്മെന്റ് ഫോം റിലീസ് ചെയ്തതാണ്. കാരണം ഒരുപാട് തവണ സ്റ്റുഡൻസ് ചോദിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഏറ്റവും കൂടുതലായിട്ടുള്ള കൺസേൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് 2 പ്രാവശ്യം എഴുതാൻ പറ്റുമോ, എത്ര പ്രാവശ്യം വരും, എന്തൊക്കെ കൊണ്ടുപോകണം, അങ്ങനെ നോർമൽ ആയിട്ട് സ്റ്റുഡൻസ് ചോദിച്ചു കണ്ടിരിക്കുന്നതാണ്. പണ്ടത്തെ സെഷൻസ് എന്നൊക്കെ നമുക്ക് ഫീഡ്ബാക്ക് കിട്ടിയിട്ടുള്ളത് അനുസരിച്ചിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ സെഷനിലൂടെ എത്രത്തോളം നിങ്ങൾക്ക് അത് മനസ്സിലായി എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ്. നിങ്ങളെ റാങ്ക് ചെയ്യാനോ അതിന് വേണ്ടിയിട്ട് ഒന്നുമല്ല ഇത്, ജസ്റ്റ് ഫോർ ദ അണ്ടർസ്റ്റാൻഡിങ്. നമുക്കിപ്പോ നിങ്ങളുടെ അടുത്ത് ഡയറക്റ്റ് വന്ന് ചോദിക്കാനുള്ള ഒരു പ്രൊവിഷൻ ഇല്ലല്ലോ. സോ നമ്മൾ നമ്മുടെ കംഫർട്ടബിൾ സ്പേസിൽ ഇരിക്കല്ലേ.
അറിയാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. ഇഫ് അറ്റ് ഓൾ നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ വാട്ട് ഇസ് എ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ന്യൂ ഹൊറൈസൺ ഫോം എന്ന് പറയുന്നിട്ടുള്ള ഒരു ഫോം നമ്മൾ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു നേരത്തെ. നിങ്ങളുടെ മെന്റേഴ്സ് അല്ലെങ്കിൽ LSEs ഇനിയും ഫില്ല് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനും കുറച്ച് സമയം എടുത്തിട്ട് നിങ്ങൾ ഫില്ല് ചെയ്യാനായിട്ട് നോക്കുക. ശരിയാണ്, ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് കുറെ ഗൂഗിൾ ഫോംസും കാര്യങ്ങളൊക്കെ വരുന്നത് കാരണം ഇത് എപ്പോ എങ്ങനെ ഫില്ല് ചെയ്യണം എന്നുള്ള കാര്യത്തിനൊക്കെ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻസ് വരും. ഈ ഓരോ ഗൂഗിൾ ഫോംസും നമ്മൾ വെറുതെ അയക്കുന്നതല്ല, എല്ലാത്തിനും നമുക്ക് ഇവിടെ റെക്കോർഡ്സ് ഉണ്ട്. അതനുസരിച്ചിട്ടായിരിക്കും ഓരോ സെഷൻസിൽ മാറ്റങ്ങൾ വരുന്നുണ്ടാവുക. നിങ്ങൾക്ക് ബേസിക്കലി ചിലപ്പോൾ അത് ഭയങ്കരമായിട്ട് റിഫ്ലക്ട് ചെയ്യുന്നുണ്ടാവില്ല, ബട്ട് ഓരോ കാര്യങ്ങളും ഇതുപോലെ അങ്ങനെ വന്നിട്ടുള്ള മാറ്റങ്ങളാണ്. അപ്പം ഫ്രം ദി ഹാർട്ട് ആണ് നമ്മൾ പറയുന്നത്. ഇങ്ങനൊരു സെഷന് വേണ്ടിയിട്ട് നിങ്ങൾ സമയം കണ്ടെത്തിയതിനും നിങ്ങൾ എന്റെ കൂടെ അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തതിനും ഇതിനെ ഒരു വലിയ സക്സസ് ആക്കി തന്നതിനും ഒരു വലിയ താങ്ക്സ് പറയുന്നുണ്ട് ഓൺ ബിഹാഫ് ഓഫ് ദ ഹോൾ ലേൺവൈസ് ടീം. അത് മാത്രമല്ല, ഇതിനകത്ത് ഇപ്പൊ ജോയിൻ ചെയ്ത എല്ലാ ലേണേഴ്സിനും ഒരു വലിയ അപ്രിസിയേഷൻ അവർ അർഹിക്കുന്നുണ്ട്. കാരണം നമ്മുടെ സമയത്തിൽ നിന്ന് കുറച്ച് പാർട്ട് മാറ്റി വെച്ചിട്ട് നമ്മുടെ പഠിത്തത്തിന് വേണ്ടിയിട്ടായാലും ഒരു സെഷന് വേണ്ടിയിട്ടായാലും നമ്മള് എന്താ പറയാ മാറ്റിവെക്കുക എന്ന് പറയുന്നത് ഇസ് എ ബിഗ് ടാസ്ക്. കാരണം നിങ്ങൾ കുറെ പേര് സ്റ്റുഡൻസ് ഉണ്ട് ഇതിനകത്ത്. എനിക്കറിയാം പേഴ്സണലി ആരൊക്കെ സ്റ്റുഡൻസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ വർക്കിംഗ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ഉണ്ട്, ഓണ്ടർപ്രണേഴ്സ് ഉണ്ട്. അങ്ങനെ ഒരുപാട് തിരക്കുകളിൽ നിന്ന് നിങ്ങൾ സ്വന്തമായിട്ട് സമയം മാറ്റിവെച്ച് കുറച്ചു നേരം നമ്മുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യന് കൊടുക്കാൻ പറ്റുന്നത് സമയമാണല്ലേ. അങ്ങനെ ആ ഒരു സമയം നമുക്ക് വേണ്ടിയിട്ട് ഈ ലേൺവൈസിന് വേണ്ടിയിട്ട് തന്ന എന്റെ എല്ലാ ലേണേഴ്സിനും, അതുപോലെ തന്നെ എന്റെ എല്ലാ ലേണേഴ്സ് എന്ന് പറഞ്ഞാൽ മെന്റേഴ്സ് ആൻഡ് വിത്തൗട്ട് മെന്റർഷിപ്പ് നിങ്ങളെല്ലാവരും നമ്മുടെ സ്വന്തം ലേണേഴ്സ് ആണ്. അപ്പോൾ ലേൺവൈസിലെ എല്ലാ ലേണേഴ്സിനും ഒരു ബിഗ് താങ്ക് യു പറയുന്നുണ്ട്. ഗോ ഫോർവേഡ് വിത്ത് സ്ട്രെങ്ത്, സ്റ്റേ വിത്ത് ഫോക്കസ്, ലീവ് വിത്ത് ഡിഗ്നിറ്റി, ആൻഡ് വെൻ വി റൈസ് നോട്ട് ജസ്റ്റ് ഫോർ യുവർ സെൽഫ് ബട്ട് ഫോർ അതേഴ്സ് ടു. ഭയങ്കര ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഒരു കോട്ടാണ് അല്ലെ. നമ്മള് വളരെ ഡിഗ്നിറ്റിയോട് കൂടെയും ഫോക്കസോട് കൂടെയും സ്ട്രെങ്തോട് കൂടെയും മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള സിറ്റിസൺസ് ആയിട്ട് പുറത്തോട്ട് വരാം. സോ താങ്ക് യു ഫോർ ജോയിനിങ് ഗൈസ്. എന്റെ കൂടെ ഈ സെഷന് വേണ്ടിയിട്ട് നിങ്ങളെ എന്താ പറയാ വെൽവിഷ് ചെയ്യാൻ വന്നിട്ടുള്ള ഷംഷീറ മാമിനും ഷഫ്ന മാമിനും അതുപോലെ തന്നെ സുഹറ മാമിനും ഫാത്തിമ മാമിനും എന്റെ ഒരു വലിയ താങ്ക്സ് പറയുന്നുണ്ട് എന്റെ ലേണേഴ്സിനെ വക. അതുപോലെ തന്നെ ഫ്രം ദെയർ പാർട്ട് നിങ്ങൾക്കും ഒരു വലിയ താങ്ക്സ് പറയുന്നുണ്ട്.